Hi friends, wishing you all a very happy and prosperous വിഷു. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്രാവശ്യം വിപുലമായ രീതിയിലുള്ള വിഷു കണിയൊന്നും ഒരുക്കാൻ സാധിച്ചില്ല. എനിക്ക് സുഖമില്ലാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാലും വിളക്കും കൊളുത്തി എല്ലാ വർഷത്തെ പോലെയും തന്നെ ചെയ്തതാണ്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും വിഷു ഒരുക്കാറുള്ള ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ. ഇത് സ്ഥിരമായി നമ്മൾ വെച്ച് വിളക്ക് കൊടുക്കുന്ന ഭഗവാൻ കൂടിയാണ്. ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ വാങ്ങിയത് എവിടെയാണെന്ന് വെച്ചാൽ നെടുമങ്ങാട്. ഇതുപോലെ പിന്നെ വിഷുവിന് മുമ്പ് ഒരു 3-4 വർഷത്തിന് മുമ്പാണ് നമ്മൾ വാങ്ങുന്നത്. പിന്നീട് മോളാണ് ഇതിലിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് വർഷാവർഷം ഇതിനെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഒരു സ്ഥലത്ത് ഗുരുവായൂർ പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ വെണ്ണ കടയുന്ന ഈ കുടം. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണിത്. അതുപോലെ കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ 5 തിരിയിട്ടുള്ള വിളക്കാണ് കൊളുത്തിയത് രാവിലെ. ഈ കൃഷ്ണനെ നമ്മൾ ഗുരുവായൂരിൽ നിന്നാണ് വാങ്ങിയത്. ഈ ചെറിയ കൃഷ്ണൻ ഇവിടെയുണ്ട്, ഗുരുവായൂരിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടെ വേറൊരു ചെറിയ ഒരു കൃഷ്ണനുണ്ട്. ഇത് നമുക്ക് ഒരു ഫ്രണ്ട് തന്നതാണ്. ഗുരുവായൂർ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് നമുക്ക് തന്നതാണ് ഈ ഗോൾഡൻ കൃഷ്ണൻ, ചെറിയ കൃഷ്ണൻ. അതുപോലെ അതും അതുപോലെ ഈ ഗണപതി, ഗോൾഡൻ കളറിലുള്ള ഗണപതി, ഇത് ഞാൻ തന്നെ വാങ്ങിയതാണ്. ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയതാണിത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഭഗവത്ഗീത, ഇത് എപ്പോഴും നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് ഉണ്ടാവാറുള്ളതാണ്. മധുരയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഈ കോയിൻസ്, ഗോൾഡൻ കോയിൻസ്. ഇതിൽ ഒരു സൈഡിൽ ലക്ഷ്മിയാണ്, ലക്ഷ്മി. ഈ കോയിൻസ് പിന്നെ മധുരയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പം ഇത് ഒരു വാൽക്കണ്ണാടി, നെടുമങ്ങാട് നിന്ന് തന്നെ നമ്മൾ വാങ്ങിയതാണ്. വാൽക്കണ്ണാടിയല്ല, ഒരു നോർമൽ വാൽക്കണ്ണാടി പോലെ ഒരു പിടിയുള്ള ഒരു ഗ്ലാസ്സാണ്. നോർമലാണ്, വാൽക്കണ്ണാടിയല്ല. അതിന് പകരമായി ഞാൻ വയ്ക്കുന്നതാണ്. ഇത് വള കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ മാലയാണ് ഭഗവാന് ചാർത്തിയിരിക്കുന്നത്. ഇത് ചെറിയ ബാംഗിൾസ്. നമ്മൾ മധുരയിൽ പോയപ്പോൾ അവിടെ കടകളുണ്ട്, അവിടെ ഇതുപോലുള്ള ചെറിയ ബാംഗിൾസ് കിട്ടും, പല കളറിലുള്ളത്. അത് കൊണ്ടുവന്ന് നൂലിൽ നമ്മളിതുപോലെ മാലയായി കോർത്താണ് ഭഗവാന് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഭഗവാനുള്ള ആഭരണം. ഈ കണിക്കൊന്ന ഒറിജിനൽ കണിക്കൊന്നയല്ല, പ്ലാസ്റ്റിക്കിൻ്റെ പൂവുകളാണ്. നമുക്ക് ഇപ്രാവശ്യം അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഭഗവാനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. അടുത്ത് ഈ കൃഷ്ണനെ നമ്മൾ വാങ്ങിയത് ഗുരുവായൂരിൽ നിന്നാണ്. ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയതാണ് ഈ നീല കളറിലുള്ള ഈ കൃഷ്ണൻ. അന്ന് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ കൃഷ്ണൻ. അതുപോലെ ഇത് അതുപോലെയുള്ള ഒരു ഗുരുവായൂർ തന്നെ അതേ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ഈ കൃഷ്ണനും. ഇത്രയൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള കൃഷ്ണന്മാർ. പിന്നെ ഇത് രാധാകൃഷ്ണൻ, രണ്ടുപേരും ചേർന്നുള്ള ഒന്ന് വേണമെന്ന് തോന്നി. അപ്പോൾ നെടുമങ്ങാട് ഫാൻസിയിൽ ഞാൻ കണ്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു. 3-4 വർഷം പഴക്കമുള്ള വിഗ്രഹം തന്നെയാണിത്. അപ്പോൾ ഇതും നമ്മളെപ്പോഴും പൂജയ്ക്ക് വയ്ക്കാറുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഭഗവാന്മാരെ എവിടെ നിന്ന് വാങ്ങി എന്നൊക്കെയുള്ള കഥകളും കാര്യങ്ങളും. അപ്പം ഞാൻ ഇന്നാളെ സെറ്റ് മുണ്ടും കാണിച്ചതിൽ കൂടെ എടുത്ത ഒരു സെറ്റ് മുണ്ടും തന്നെയാണ്. ഇതാണ് എൻ്റെ വിഷുവിന് ഞാൻ ഉടുത്ത എൻ്റെ ഔട്ട്ഫിറ്റ്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ ഉടനെ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.